We shall now discuss about simple microscope. Microscope is used to produce magnified images of objects. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒരു കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ലെൻസ് ഓഫ് ഷോർട്ട് ഓഫ് സ്മോൾ ഫോക്കൽ ലെങ്ത്. ഒരു സിംഗിൾ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഒബ്ജക്റ്റ് നമ്മൾ ഫോക്കസിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ്. ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒരു റേ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത് റിഫ്രാക്ഷൻ ഇല്ലാതെ പോകുന്നു. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന റേ സെക്കൻഡ് ഫോക്കൽ പോയിൻറ്റിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ റേസിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഫോക്കസിൽ വെച്ചാൽ ഇമേജ് ഇൻഫിനിറ്റിയിലായിരിക്കും. ഒബ്ജക്റ്റ് വളരെ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റാണ്, ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ ഇമേജ് ഫോക്കൽ പോയിൻറ്റിൽ കിട്ടും. അതിൻ്റെ തിരിച്ച് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഫോക്കസിലാണ്. സോ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ആൻഡ് ദ നേച്ചർ ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. ഇറ്റ് ക്യാൻ ഓൺലി ബി സീൻ ബൈ അവർ ഐസ്. ഇറ്റ് കനോട്ട് ബി കോട്ട് ഓൺ ദ സ്ക്രീൻ. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ഇറക്റ്റ് ഇമേജാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റിനെ ഫോക്കസിൻ്റെ ഉള്ളിലുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന റേ ഓഫ് ലൈറ്റ് ഇപ്പോൾ ഓപ്റ്റിക് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ പോകും. ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. പാരലലായിട്ട് വരുന്ന റേ ഓഫ് ലൈറ്റ് ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെക്കൻഡ് ഫോക്കൽ പോയിൻറ്റ് ആൻഡ് ഈ റേസാണ് കണ്ണുകളിലെത്തുന്നത്. അപ്പോൾ ഇതിനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ദ നിയർ പോയിൻറ്റ്. ഈ ഡിസ്റ്റൻസ് നിയർ പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ആ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന നിയർ പോയിൻറ്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കേസസ് ഉണ്ട്. വെൻ ദി ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ്, വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഫോക്കസ്, ഇമേജ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. അവിടെ the angular magnification m is equal to theta I by theta O and that is equal to capital D by F ആണ് ഇതിൻ്റെ ഫോർമുല. ഈ ഫോർമുല മാത്രം പഠിച്ചാൽ മതി. The object is placed at F, image is at infinity. Magnification എന്ന് പറയുന്നത് തീറ്റ I എന്ന് പറഞ്ഞാൽ it is the angle subtended by the image at the lens ആണ് തീറ്റ ഐ. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദി ഒബ്ജക്റ്റ് അറ്റ് ദ ലെൻസ് ആണ് തീറ്റ ഒ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ എഫ് എന്നുള്ള ഫോർമുല പഠിച്ചു വയ്ക്കുക. ഇനി ഇവിടെ നമ്മൾ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ എഫ്, ഡിസ്റ്റൻസ് ലെസ് ദാൻ എഫ് ആണെങ്കിൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് നിയർ പോയിൻറ്റ്. ഇമേജ് ഈസ് അറ്റ് ദ നിയർ പോയിൻറ്റ്. അപ്പോൾ വരുന്ന മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു വി ബൈ യു. വി ബൈ യു എന്നുള്ളതിന് നമുക്ക് വി ഇൻറ്റു 1/u എന്ന് എഴുതാം. പക്ഷേ നമുക്കറിയാം 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f. ഇതാണ് തിൻ ലെൻസ് ഫോർമുല. ബൈ വി മൈനസ് 1/f ആണ് 1/u. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഇൻറ്റു 1/u എന്നുള്ളതിന് പകരം 1/v മൈനസ് 1/f. ഇനി ഈ വി ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വി ബൈ വി ഈസ് 1 മൈനസ് വി ബൈ എഫ് എന്ന് വരും. സോ ദിസ് ഈസ് ദ ഫോർമുല ഫോർ മാഗ്നിഫിക്കേഷൻ. ഇനി ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ്? ഈ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ നിയർ പോയിൻറ്റ് അല്ലേ. വി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഫ്രം ദ ലെൻസ് ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു മൈനസ് ഡി. ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓപ്പോസിറ്റ് ടു ഇൻസിഡൻറ്റ് ലൈറ്റാണ് നമ്മൾ മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ അത് നെഗറ്റീവായിട്ട് വരും. വി എന്നുള്ളത് മൈനസ് ഡി ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ എം ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഡി ബൈ എഫ്. അപ്പോൾ മാഗ്നിഫിക്കേഷനിൽ രണ്ട് കേസുകൾ ഉള്ളതിനനുസരിച്ച് രണ്ട് ഫോർമുല വരുന്നുണ്ട്. ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ വി ബൈ യു, അതിൽ 1/u എന്നുള്ളതിന് പകരം തിൻ ലെൻസ് ഫോർമുലയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്നത് ഈ വി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സൈൻ കൺവെൻഷൻ വി ഈക്വൽ ടു മൈനസ് ഡി അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് എം ഈക്വൽ ടു 1 പ്ലസ് ഡി ബൈ എഫ്.
ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇനി അതല്ല ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസിലാണ് വെക്കുന്നതെങ്കിൽ ഇമേജ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ ഫോം ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല D/F ആണ്.